ബാല്യത്തിലുള്ള ഒരു ഓണത്തെ പറ്റിയോ ബാല്യത്തിലുള്ള ഓണവിശേഷം അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഓണം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. പ്രത്യേകിച്ചും ബാല്യം, ഊഞ്ഞാലും ഓണപ്പാട്ടും പിന്നെ ഓണസദ്യയും ഓണത്തിന്റെ വെക്കേഷനും ഇതൊക്കെയാണ് നമ്മളുടെ മനസ്സിലേക്കുള്ളത്. പക്ഷെ അതെല്ലാം കുറച്ച് ക്ലീഷയായി പോയെന്നുണ്ട്. ഓണത്തിൻ്റെ ആ സമയത്തും എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞ ഒരു സംഭവം ഞാൻ പറയാം. ബാല്യത്തിൽ ആ കാലഘട്ടത്തിൽ ഓണത്തിൻ്റെ അന്നാണ്, അല്ലെങ്കിൽ ഓണത്തിൻ്റെ തലേന്നൊക്കെയാണ് എൻ്റെ അച്ഛൻ്റെ നാട്ടിലുള്ള മാവേലിക്കര, ചൊനക്കര ആ ഭാഗത്തു നിന്നൊക്കെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ വരും, പ്രായം ചെന്നവരാണ്. അപ്പോൾ അവരെല്ലാവരും തന്നെ വന്നിട്ട് ഓണം എന്ന് പറഞ്ഞിട്ടൊരു അവരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറച്ച് കാശ് വെച്ച് തരും. ചെറിയ എമൗണ്ടാണ്, എടാ ഓണത്തിന് അടിച്ചു പൊളിക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും ഓണത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഓർമ്മയാണ്. കാര്യം ഓണം വന്നു കഴിഞ്ഞാൽ കയ്യിൽ കാശുണ്ടാവും. അങ്ങനെ ഇവർ വന്നു, രാവിലെയൊക്കെ വന്ന് പോക്കറ്റിൽ നിറച്ച് കാശ്. അപ്പോൾ കൊല്ലത്തന്ന് ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ആസാദ് ഹോട്ടലാണ്. അപ്പോൾ എൻ്റെ മനസ്സും മനസാക്ഷിയും തമ്മിലൊരു വലിയ ഫൈറ്റായി. ഈ സമയത്ത് സൈക്കിൾ എടുത്ത് അവിടെ പോയി ഒരു ബിരിയാണി കഴിച്ചാലോ? ഓണമാണ്, വേണ്ട, ഓണസദ്യ, ഇവരെല്ലാവരും ഓണസദ്യ ഉണ്ണാൻ വന്നതാണ്. അങ്ങനെ മനസാക്ഷി പറയുന്നു പോകരുത്, മനസ്സ് പറയുന്നു കയ്യിൽ കാശല്ലേടാ ഇരിക്കുന്നത്, പോയി ഇനി ഇതേ കണക്കൊരു ചാൻസ് കിട്ടത്തില്ല, നിന്നെ ഇങ്ങോട്ട് പോകുന്ന ആരും അറിയത്തുമില്ല, അവരെല്ലാവരും സംസാരിച്ചിരിക്കുകയാണ്. അവസാനം മനസ്സ് വിജയിച്ചു. ഞാൻ അവിടെ പോയി ബിരിയാണി കഴിച്ച് തിരിച്ചു വന്നപ്പോൾ എന്നെ വെയിറ്റ് ചെയ്യാണ്. ഇതെവിടെ പോയി ഇവൻ, അപ്പുറത്തുനിന്ന് കളിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഉണ്ണാനിരുന്നു. എനിക്കിപ്പോൾ വേണ്ട, കാര്യം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല, ഈ ബിരിയാണി ഇത്രയും ഉണ്ടാവുമെന്ന്. കഴിച്ചിട്ട് എന്താ അത്, അല്ല നീ കഴിക്കുക, എല്ലാവരും കൂടി ഇരുന്ന്. ഇല്ല എനിക്കിപ്പോൾ വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം, വൈകുന്നേരം ഓണം ഉണ്ടോളാം എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, ഇവൻ എന്തോ കണ്ടിട്ട് വല്ലാതിരിക്കില്ല. അപ്പൊ ഇവിടൊക്കെ ഇങ്ങനെ എണ്ണമയമുണ്ട്. അപ്പൊ കൈ പിടിച്ചൊന്ന് മണപ്പിച്ചപ്പം നല്ല മട്ടണ്ട മണം. എടാ നാണമുണ്ടോടാ, നീ ഒരു മലയാളിയാണെന്ന് പറയാൻ നാണമുണ്ടോടാ, ഇവൻ ഊണ് കൊടുക്കണ്ട കേട്ടാ എന്ന് പറയും മാറ്റുന്നത്. ശരിക്കും ബാക്കിയുള്ളവരെല്ലാം സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ബിരിയാണി കാരണം ആ ഓണം തൊലഞ്ഞു. ഒരു ചെറിയ പയ്യൻ നിറകണ്ണുകളോടെ ഓണാഘോഷം, ഓണസദ്യ നോക്കി നിന്ന ഒരു ഓർമ്മയാണ് ബാല്യത്തിലുള്ളത്. ഗംഭീരം. ഞാൻ ആക്ച്വലി ഒരു കഥ ഞാനിങ്ങനെ ഒരു മൂഡ് സെറ്റ് ചെയ്ത് വരരുത്. ഓണത്തിന് ബിരിയാണി കഴിച്ച, അത് മട്ടൻ ബിരിയാണി കഴിച്ച കഥയാ. എന്നിട്ട് സദ്യ കഴിക്കാൻ പറ്റാതെ പോയ ബാലിനെ പറ്റി. അതെ, അതൊരു കഥ തന്നെ. അപ്പൊ അടുത്ത നമുക്ക് റിമോട്ട് ഉർവശി ചേച്ചിയെ കൊടുക്കാം. ഉർവശി ചേച്ചി ബട്ടൺ ഞെക്കിക്കോളൂ. കൗമാരം. കൗമാരക്കാലത്തെ ഓണം. എനിക്ക് ആക്ച്വലി പറയാനാണെങ്കിൽ കൗമാരക്കാലത്തെ ഓണത്തിനൊക്കെ ഏതെങ്കിലും ഷൂട്ടിംഗ് സ്പോട്ടിലായിരുന്നു ഞാൻ. വളരെ വിരളമായിട്ടുള്ള ഓണം മാത്രമേ ഞാൻ വീട്ടിൽ ആഘോഷിച്ചിട്ടുള്ളൂ. ഒരു ഓണം എൻ്റെ തുടക്കകാലത്ത് ആന്ധ്രയിൽ പോയിട്ട്, രാജമന്ത്രി പോയിട്ട്, അവിടുന്ന് നമ്മൾ വള്ളത്തിനകത്തി, കുട്ടവള്ളം എന്ന് പറയുമല്ലോ, വട്ടത്തിനുള്ള, അതിനകത്തൂടെ പോയി ഗോദാവരി നദിയുടെ നടുക്കൊരു ഐലൻഡുണ്ട്. വെറും മണൽക്കൂനകൾ മാത്രം, നല്ല ചൂടും. പക്ഷെ ആ പ്രൊഡ്യൂസർ രാമാനായിഡു എന്ന് പറയുന്ന അദ്ദേഹം ഇത് മനസ്സിലാക്കിയിട്ട്, ഡയറക്ടറും അദ്ദേഹം കൂടെ ചർച്ച ചെയ്തിട്ട്, ആ കുട്ടിയുടെ ഓണമാണ്, ചെറിയ പെൺകുട്ടിയാണ്, അപ്പോൾ അതിന് ഓണത്തിന് ഒന്ന് പോയി വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പക്ഷെ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു, അവിടുന്ന് ട്രെയിനിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ, വളരെ സമയമെടുക്കും, പിറ്റേന്ന് വരുമ്പോൾ തിരിച്ചങ്ങോട്ട് പോകാനുള്ള സമയമേ കാണത്തുള്ളൂ. പക്ഷെ അത് ആ മണൽക്കൂരയ്ക്ക് നടുവിൽ ഒരു ടെൻ്റൊക്കെ കെട്ടി, അതിനകത്ത് ഞാനും നടൻ മോഹൻ അങ്ങനെ അവിടെ വെച്ച് ആഘോഷിച്ചു. എനിക്കെന്താ അറിയാവോ, അവരുടെ സ്റ്റൈലിലുള്ള ഒരു ഓണസദ്യ, ആന്ധ്ര മീൽസ്. അപ്പോൾ അത് കുറേ നാൾ എൻ്റെ മനസ്സിലൊരു പരിഭവമായിട്ട് തന്നെ കിടന്നു. മലയാളത്തിൽ എത്തിയതിനു ശേഷമുള്ള ഓണക്കാലങ്ങളെല്ലാം 85-ന് ശേഷം മമ്മൂക്കയുടെ പടം, ലാലേട്ടൻ്റെ പടം, അങ്ങനെ ഒരു ഓണക്കാലത്താണ് തലേണമന്തർ റിലീസ് ചെയ്തത്. അപ്പോൾ 2 മോഹൻലാൽ പടം, 2 പിന്നെ മമ്മൂട്ടി പടം, 1 ഉർവശി പടം എന്നും പറഞ്ഞൊരു കോമ്പറ്റീഷൻ ആയിട്ട് വന്ന ആദ്യത്തെ വർഷമായിരുന്നു. അപ്പോൾ അത് എൻ്റെ മനസ്സിലെന്നും നിൽക്കും. അതിനൊരു ആ ഒരു കാലം ഉണ്ടാക്കി തന്ന സന്തോഷം എന്ന് പറയുന്നത് ശ്രീനേട്ടനും സത്യേട്ടനുമാണ് ശരിക്കും ആ ഓണ സന്തോഷം പങ്കുവെക്കേണ്ടത്. അത്രേ ഉള്ളൂ. ജഗദീഷേട്ടാ, ഇതേപോലെ സിനിമ സെറ്റിലെ ഓണം നല്ലൊരു ഗംഭീരമായ ആഘോഷം സിനിമ സെറ്റിലെ ഓണം. ഇതേപോലെ ആന്ധ്ര മീൽസ് കഴിച്ചതോ? എനിക്ക് ഓർമ്മയുള്ളത് കല്യാണ സൗഗന്ധികം എന്ന ചിത്രം.
അതിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് തിരുവോണ ദിവസവും ഞങ്ങൾക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതേപോലെ പലപ്പോഴും തിരുവോണമൊന്നും ആഘോഷിക്കാൻ കഴിയാറില്ല, വീടുകളിൽ വെച്ച് ആഘോഷിക്കാൻ കഴിയാറില്ല. പ്രാക്ടിക്കലായിട്ട് എൻ്റെ കുടുംബം എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത്, രമ മോർച്ചറി ഡ്യൂട്ടി ചില ദിവസം തിരുവോണ ദിവസം തന്നെ ഏറ്റെടുക്കും. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നിലയിൽ ബാക്കിയുള്ളവരുടെ തലയിൽ ആ ഡ്യൂട്ടി കെട്ടിവെക്കാതെ രമ തന്നെ തിരുവോണ ദിവസം ഡ്യൂട്ടി എടുത്തിട്ട് എന്നോട് പറയും, നമുക്ക് 4-ാം ഓണം അല്ലെങ്കിൽ 5-ാം ഓണമൊക്കെ നമുക്ക് ആഘോഷിക്കാം. തിരുവോണ ദിവസം ബാക്കിയുള്ളവരെല്ലാം തന്നെ സദ്യ കഴിക്കുമ്പോൾ രമ അന്ന് ഔദ്യോഗികമായിട്ട് മോർച്ചറിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്തു. കാരണം വെച്ചാൽ 5-ാം ഓണം എന്നൊക്കെ എപ്പോഴാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ചെറിയ വിഷമം ഉണ്ടാകുമ്പോൾ ഞാൻ പറയും അത് സാരമില്ല, അമ്മയ്ക്ക് ഇതേപോലെ ഡ്യൂട്ടി പോകേണ്ടി വരും, അതുകൊണ്ട് നമുക്ക് 3-ാം ഓണം തിരുവോണമായിട്ട് ആഘോഷിക്കാം എന്ന് ഞാൻ പറഞ്ഞ ആ ഒരു ഓർമ്മയൊക്കെയാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വ്യക്തിപരമായി ഓടിയെത്തുന്നത്. അതൊരു സാക്രിഫൈസ് ആണ് അല്ലേ, ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വലിയ സാക്രിഫൈസ് ആണ്. അതിനൊരു കൈയടി.